ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു ദിവസം ഞാൻ എങ്ങനെയൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത് മാക്സിമം ഞാനിതിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ, ഈ സ്കിൻ കെയർ എന്ന പരിപാടി ആദ്യം തൊട്ടേ വല്ലാണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇപ്പം നല്ല സ്കിൻ ബാരിയർ ഉണ്ട്. അതുകൊണ്ട് സ്കിന്നൊന്ന് ട്രീറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ, നത്തിങ് മച്ച്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പരിപാടി ഇതാണ് കേട്ടോ, ബെഡ് മേക്കിംഗ്. ഇത് വലിയൊരു പണിയാണ്. ഇത് ഒരു ഭാഗത്ത് ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഭാഗത്ത് നിന്ന് എൻ്റെ മോള് കേടാക്കും. എന്നാലും ഒരു വൃത്തിക്ക് ഇരിക്കട്ടെ. എൻ്റെ ബെഡ് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെടുത്ത് നേരെ താഴെ പോട്ടും അവൾക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഇന്ന് അവൾക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഉമ്മയും മോളും രാവിലെ തന്നെ ആരാണോ പുറത്തു പോകുന്നത് അവരുടെ കൂടെ എൻ്റെ മോളുണ്ടാവും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. രാവിലെ തന്നെ ഇവരെ ടൂറാണ്, ഇവരുടെ കൂടെ പോവുകയും ചെയ്തു കേട്ടോ. അവൾ വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ അവളുടെ ഡൈപ്പർ ഡെലിവറി ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫ്ലിപ്പിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടു. രാവിലെ ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കുന്ന ഒരു സ്വഭാവം അവൾക്കില്ല, അതുകൊണ്ട് ലൈറ്റായിട്ടൊക്കെ കഴിക്കും. അവളുടെ ഫുഡ് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഫുഡായിട്ടോ. ഞാനിതാ റെഡി ടു കുക്ക് പൊറാട്ടയും ഇന്നലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു, അതാണ് ഞാൻ രാവിലെ കഴിച്ചത്. പിന്നെ പൊതുവേ ഹെൻസോന് ഞാൻ ഫുഡ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഉമ്മ തന്നെ ഉണ്ടാക്കി വെക്കലുണ്ട്. ചില ഫുഡ് അവൾക്ക് പറ്റില്ല, അപ്പം ഞാൻ എന്തെങ്കിലും റെഡിയാക്കി വെക്കും കേട്ടോ. പിന്നെ അത് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനിതാ ട്യൂഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. ഞാൻ ട്യൂഷന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളൂ. അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഹെൻസോനെ കുളിപ്പിക്കാനുള്ള ടൈം ആവട്ടോ. അവളെ സാധാരണ ഞാനല്ല ഉമ്മയെ കുളിപ്പിക്കൽ കേട്ടോ, പക്ഷെ ഇന്നൊരു വെറൈറ്റിക്ക് ഞാനെ കുളിപ്പിച്ചേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഒരു ഉറക്കവും പാസ്സാക്കിയിട്ടോ മുപ്പത്തി. അങ്ങനെ അവളെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരക്കായി കേട്ടോ. പിന്നെ ട്യൂഷനായി, മക്കളായി, തല്ലായി, പിടിയായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഓരോരുത്തരും എടുക്കാൻ പറഞ്ഞു. അവസാനമാണ് കേട്ടോ ഓർമ്മ വന്നത്, അയ്യോ ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ഉച്ചക്ക വരുന്നുണ്ട്, ഇന്ന് നമുക്കൊരു സൽക്കാരം കേട്ടോ. അപ്പോൾ ഉച്ചക്കാരൻ പിക്ക് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ഉച്ചക്കാരൻ പിക്ക് ചെയ്തതായി ഞങ്ങളുടെ വീട്ടിലെത്തി. നല്ല അടിപൊളിയായിട്ട് ചായയും കുറച്ച് കടിയൊക്കെ നമ്മൾ പാർസൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കഴിച്ചതായി ഞങ്ങൾ റെഡി ആവാൻ പോവുകയാണ്. നമുക്ക് ഇനി സൽക്കാരത്തിന് പോകാം. നമ്മുടെ കസിൻ്റെ വീട്ടിലാണ് കേട്ടോ സൽക്കാരം. ഒരു അടിപൊളി സൽക്കാരമായിരുന്നു, ഒന്നും പറയാനില്ല. കസിൻസിൻ്റെ ഒരു ഗ്യാതറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈഫിൽ നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് നല്ല അടിപൊളി കസിൻസ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുറച്ച് കസിൻസ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ പണ്ടേ വൈബായതുകൊണ്ട് പിന്നെ പറയാം. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഷോ ഓഫ് കാണിക്കുന്ന കുറച്ച് എണ്ണത്തിനെ കണ്ടു. അതൊക്കെ ഞങ്ങളെ മെയിൻ ക്യാരക്ടേഴ്സാണ് കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നു. പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ വരിക എന്ന് പറയുന്നത് ഇപ്പം എന്തോ ഒരു ഉത്സവം പോലെയാണ് ഞങ്ങൾക്ക്. കാരണം ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കാണുന്നതും അടിച്ചു പൊളിക്കുന്നതൊക്കെ ആ ഒരു ദിവസമായിരിക്കും. അപ്പം അങ്ങനെ ഒരു ദിവസം വരിക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യും, പഠിച്ചോണ്ടേ ഒന്ന് വേഗമായി കിട്ടണേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നല്ല ഒരുപാട് മെമ്മറബിൾ മെമ്മറീസുമായിട്ട് ഇതാ ഞങ്ങളുടെ സൽക്കാര വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ നല്ല അടിപൊളി വീഡിയോസായിട്ട് ഇനി അടുത്ത വരും വീഡിയോസിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.